ഈ ഒരു ഒറ്റ പീസാണ് വരുന്നത്. ഇതല്ലേ ഇത് ഈ ഒരു മൾഗാർഡ് നമുക്ക് സാധാരണ ബജാജ് ഓട്ടോയിൽ വരുന്നത്. നമ്മൾ ഈ ഒരു ടയറിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഫ്ലാപ്പ് പോലത്തെ ഒരു സാധനം 150യുടെ വർക്ക് ഏകദേശം കേട്ടാ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ പക്ക. ഈ ഒരു ബ്ലൂ കളറിന് എന്നാ പറയുന്നത്, ഇതൊരു വൈറ്റ് കളറാണ്, ഒരു മെറ്റ് വൈറ്റ് 88 മോഡൽ ഒരു ലാംബി പോളോ 150 ആണ് കേട്ടോ. അതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. അത് മാറ്റി ഞാൻ അന്ന് കാണിച്ചതാണല്ലോ ഫസ്റ്റ് വീഡിയോയിൽ. നമ്മുടെ ആലപ്പുഴ വണ്ടി തന്നെ അല്ലേ, ആലപ്പുഴ സ്കൂട്ടർ തന്നെയാണ്. സീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കിൽ വെച്ചിട്ടില്ല. പിന്നെ അരിപ്പുറമ്പത്ത് തന്നെയാണ് നമ്മൾ ഓട്ടോ വർക്കൊക്കെ ചെയ്തില്ല ആ ചേട്ടൻ്റെ കടയിൽ. ചേട്ടന് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്നാലും ഏകദേശം ഒരു 10. ഫ്രണ്ട്സ് നമുക്ക് ഈ ലാംബി ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മുടെ ഈ ലാംബി പോളോ 150യുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ക്രോമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ വർക്കിംഗ് അല്ലേ ചേട്ടാ? എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ പക്ക. ഈ ഒരു ബ്ലൂ കളറിന് എന്നാ പറയുന്നത്, ഇത് ബ്ലൂ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും പേരാണോ? വേറൊരു കളറാണ്, നമുക്കിപ്പോൾ കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സൈഡ് മിററും കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്രോം ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുള്ളി തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അതൊക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ മൾഗാർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേട്ടൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഫുള്ള് വർക്കും ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് പുള്ളി. പിന്നെ ഈ ഒരു സൈഡ് കവറും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു വൈറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതൊരു വൈറ്റ് അല്ലല്ലേ, ഒരു വേറൊരു വൈറ്റ് കളറാണ്, ഒരു മെറ്റ് വൈറ്റ് എന്ന് പറയും കേട്ടോ. ആ മെറ്റ് വൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഏത് മോഡലാണെന്നറിയാമോ ചേട്ടാ? 88 മോഡൽ ഒരു ലാംബി പോളോ 150 ആണ് കേട്ടോ. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ പുറകിലത്തെ ലൈറ്റ് ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. അത് മാറ്റി ഞാൻ അന്ന് കാണിച്ചതാണല്ലോ, ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതാണല്ലോ. അപ്പോൾ അതിനിപ്പോൾ ടെസ്റ്റ് കഴിയാതെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എടുത്തോളൂ. ഈ ഒരു ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ചിങ് ആയിട്ടുള്ളൊരു KRY നമ്മുടെ ആലപ്പുഴ വണ്ടി തന്നെ അല്ലേ, ആലപ്പുഴ സ്കൂട്ടർ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് ടയറിന് മാത്രം വൈറ്റും വെച്ച് ബാക്കിൽ വൈറ്റ് വേണ്ട അല്ല എന്താണെന്ന് വെച്ചല്ലേ. ഓക്കെ, ഫ്രണ്ട് ടയറിന് നമുക്ക് വൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ബാക്കിൽ വെച്ചിട്ടില്ല. പിന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്, ഞാൻ ഓടിച്ച് നോക്കിയിട്ട് വണ്ടി അടിപൊളിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അപ്പോൾസറിയൊക്കെ ചെയ്ത് നമ്മളിവിടെയാണോ ചെയ്തത് ചേട്ടാ? അരിപ്പുറമ്പത്ത് തന്നെയാണ് നമ്മൾ ഓട്ടോ വർക്കൊക്കെ ചെയ്തില്ല ആ ചേട്ടൻ്റെ കടയിൽ തന്നെയാണ് അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്.
പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. വണ്ടി എൻജിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിച്ചിട്ട്. നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു സിൽവർ കളറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ് വണ്ടി. ഇവിടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിനോട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ എടുത്തോളാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേട്ടന് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്നാലും ഏകദേശം ഒരു 10,000 രൂപ താഴെയായിട്ടുണ്ടാവുമോ ചേട്ടന് ഏകദേശം. ഇതിങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കൊടുക്കണമല്ലോ. ഇപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ്റെ പേര് ഞാൻ പറയണമല്ലോ. ഇതേപോലെ ഏതെങ്കിലും വണ്ടി ചെയ്യുവാണെങ്കിൽ ഏതാ 5,000 രൂപയ്ക്ക് മേളിലായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഫുള്ള്, അതായത് മെയിനായിട്ട് എൻജിൻ വർക്കാണ് ചേട്ടൻ പക്ക സ്മൂത്തായിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും ചേട്ടൻ്റെ സമയത്തിനനുസരിച്ച് ചെയ്തെന്നേ ഉള്ളൂ. മൊത്തത്തിൽ എൻജിൻ വർക്ക് കൂടി ഉൾപ്പെടെയല്ല നമ്മൾ എമൗണ്ട് പറഞ്ഞാൽ. ഓക്കെ, അതല്ല, അത് ഒരു ഉദ്ദേശമാണ് കേട്ടോ. വണ്ടിയുടെ വർക്ക് അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ പെർഫെക്റ്റാണ്. നമുക്ക് ഒന്നും ഒരു കുറവും പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു ഹോളും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ എന്തെങ്കിലും വെച്ചിരുന്നു അല്ലേ? ഓ, ഡാഷ് ബോക്സ് ഉണ്ടായിരുന്നു. ഓ, അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2 ഹോൾ ഉണ്ടായിരുന്നു. 2 ഹോൾ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പണിത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. ഈ ഒരു മെത്തേഡിലുള്ള നമുക്ക് ഈ സാധാരണ ലാംബിയിൽ ഈ ഒരു ഒറ്റ പീസാണ് വരുന്നത്. ഇതല്ലേ, ഇത് ഈ ഒരു മൾഗാർഡ് നമുക്ക് സാധാരണ ബജാജ് ഓട്ടോയിൽ വരുന്ന ആ ഒരു മൾഗാർഡ് ടൈപ്പാണ് നമുക്ക് വരുന്നത്. പോളോയ്ക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ഒരു മൾഗാർഡ് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒറ്റ പീസാണ് നമുക്ക് ലാംബിൽ വരുന്നത്. മൊത്തത്തിൽ രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പോളോയിൽ മാത്രം കാണുന്ന ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ലാംബി ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് തരാം കേട്ടോ. നമ്മൾ ഈ ഒരു ടയറിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഫ്ലാപ്പ് പോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ. ചേട്ടാ, അത് ഏകദേശം എത്ര രൂപ വരും? അത് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇത് പെയിൻറ്റിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ഫ്ലാപ്പ് പോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്ത് വെക്കുവാണ് ചെയ്തത് കേട്ടോ. ഇത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഒരു ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ. പ്ലാസ്റ്റിക് റബ്ബറേ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഓർക്കും പെയിൻ്റ് ആയിരിക്കും. ഒന്ന് പെയിൻ്റ് അല്ല കേട്ടോ, ഒരു ഫ്ലാപ്പ് ടൈപ്പാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ പാർട്ടായിട്ടുള്ള ടയറിൻ്റെ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാംബി പോളോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണാം കേട്ടോ.